ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ദേ ഇന്ന് നമ്മള് ഫാമേഴ്സ് ഹബ്ബ്, വെള്ളായണി കായലിന്റെ അടുത്തുള്ള ഫാമേഴ്സ് ഹബ്ബിൽ സ്ഥിതി ചെയ്യുന്ന ഫിഷിംഗ് സ്റ്റോറിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരു വീഡിയോയും എടുക്കാമെന്ന് കരുതി. ഈ ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് ചെറിയൊരു ഉപകാരം ആവട്ടെ എന്ന് കരുതി ഇട്ടതാണ്. ആർക്കെങ്കിലും അറിഞ്ഞുകൂടാതെ ഉണ്ടെങ്കിൽ അവരെ അറിയട്ടെ എന്ന് കരുതി ഇട്ടതാണ് കേട്ടോ. ഇത് തിരുവനന്തപുരം വെള്ളായണി കായലിന്റെ അടുത്താണ് ഫിഷിംഗ് സ്റ്റോർ എന്ന് പറയുന്നത്. അതായത് ഫാമേഴ്സ് ഹബ്ബ് എന്ന് പറയുന്ന ലൊക്കേഷൻ ഇട്ടാൽ മതി. ഞാൻ തീർച്ചയായിട്ടും ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ അവിടുത്തെ കോണ്ടാക്ട് നമ്പറും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം അവരെ. എന്നിട്ട് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. പിന്നെ നമ്മൾ കരുതും പോലെ ഈ മീൻപിടുത്തം എന്ന് പറയുന്നതേ ചുമ്മാ ഒരു ടൈം പാസിനുള്ള ഒരു ഹോബി ആണെങ്കിൽ പോലും അത് ഹോബി എന്നുള്ളതിനപ്പുറം ഭയങ്കര വലിയൊരു ലഹരിയെ പോലെയൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിന് മാത്രമല്ല, എന്നെ ഞെട്ടിച്ചെന്ന് പറഞ്ഞാല് മീൻപിടുത്തം എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങൾ അതിനൊക്കെ ഉണ്ട് എന്നുള്ളതും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യം പറയാലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. മുമ്പൊക്കെ ഹസ്ബൻഡ് പോയി ഇടുക എന്ന് പറഞ്ഞാൽ മറ്റേ ചൂണ്ടയില്ലേ, നമ്മള് നൂലില് കങ്കൂസ് നൂല് പോലത്തെ നൂലില് ചെയ്യുന്ന അതിട്ട് പിടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴാണ് പുള്ളിയുടെ കയ്യിൽ മറ്റൊരു റോഡ് പോലത്തെ ആ സംഭവമൊക്കെ ഇരിക്കുന്നത്. അത് കണ്ടിട്ട് മോക്ക് വേണമെന്ന് പറഞ്ഞ് മക്കൾക്ക് മേടിച്ചൊക്കെ കൊടുത്തത് ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെയാണ് കേട്ടോ. അപ്പൊ അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെയും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉള്ളു, നമ്മൾ ടി വിയിലൊക്കെ ഇതിങ്ങനത്തെ സാധനമല്ലേ കണ്ടിട്ടുള്ളൂ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. പക്ഷെ ഞാൻ അവിടെ പോയപ്പോ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ കണ്ടത് എന്ന് പറയുന്നത് ഒരു അല്പമാണ്. ഇഷ്ടംപോലെ സാധനം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ സാധനം. മാത്രമല്ല അവിടെ തന്നെ ഈ മീനിന് വേണ്ടിയിട്ടുള്ള, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീറ്റ ഉണ്ടാക്കുമല്ലോ, ആ തീറ്റയും അവിടെ കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ മെനക്കെട്ട് ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ആ തീറ്റയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ കുറേ നാൾ യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ. വലിയൊരു പാക്കറ്റാണ്. പിന്നെ ഇതിന്റെ ഒന്നിന്റെ തന്നെ വില ഞാൻ ഇന്ന് ഇവിടെ പറയുന്നില്ല, വേറൊന്നും കണ്ടില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് പോയി ആ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അവിടുത്തെ ഓണർ റോയി എന്ന് പറയാം, ആ ചേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളത് വേണമെന്ന് വെച്ചാൽ പുള്ളി എന്നെ പറഞ്ഞും തരും കേട്ടോ. അപ്പൊ ഈ നിൽക്കുന്നതാണ് റോയി ചേട്ടൻ കേട്ടോ. അപ്പൊ പുള്ളിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെടപെടാന്നാണ് നിൽക്കുന്നത്. കാരണം അത്ര ആൾക്കാരിങ്ങനെ വന്നും പോയും നിൽക്കുന്നോണ്ടേ സാധനങ്ങളൊക്കെ പറഞ്ഞു തീരും മുമ്പ് പുള്ളി അവർക്ക് അറിയാം, അത് കറക്റ്റ് ആ സാധനം തന്നെ എടുത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇത്രയൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോ ഞാന് വെറുതെ ശിവചേട്ടന്റെ കൂടെ ഒന്ന് കൂട്ടുപോയതാണ്. മാത്രമല്ല, നമ്മൾ ഈ വാങ്ങുന്ന ചൂണ്ടയും അതുപോലെ തന്നെ അതിലിടുന്ന പല സാധനങ്ങളും, ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാനിടുന്ന ബോൾസ്, അതിന്റെ ഒന്നും പേര് ശരിക്കും എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫ്രോഗ് ഒക്കെ ഇടൂല, അതിനെയൊക്കെ വെക്കാനായിട്ട് സൂക്ഷിച്ച് വെച്ച് കൊണ്ടുപോകാനും വരാനും ഒക്കെ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബോക്സസും അവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ നല്ലതാണ്. കാരണം ചൂണ്ടയൊക്കെ നമ്മൾ ഈ കവറിലൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ അത് പൊത്തിങ്ങി വരും. കാരണം നമ്മൾ എത്ര സൂക്ഷിച്ചു എന്ന് പറഞ്ഞാലും മാത്രമല്ല, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. കാരണം പ്രത്യേകിച്ച് ഈ ചെറിയ ചൂണ്ടകളുണ്ടല്ലോ, കുഞ്ഞു മീനുകളെ പിടിക്കുന്ന ചൂണ്ടകൾ, അതൊക്കെ ആണെങ്കിൽ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ട് ഉപകാരപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഇതുപോലെ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.